ദൈവനാമത്തിന് നന്ദിയുടെ സ്തോത്രം. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന അനുഗ്രഹീത അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വളരെ അനുഗ്രഹീതമായ ഗാനങ്ങൾ കേൾക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിച്ചു. പ്രിയ സഹോദരൻ ഉണ്ണി തോബിയാസും പ്രിയപ്പെട്ടവരും ഇതിനു മുമ്പും നമ്മുടെ ഈ പ്രദേശത്ത് കടന്നു വന്ന് അനുഗ്രഹീതമായ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ആ പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് ഇന്ന് രാത്രി ആയിരിക്കാൻ കർത്താവ് ഇടയാക്കിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ചുറ്റുപാടുകളിലും വയനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കർത്താവിന്റെ ദാസന്മാർ ഇന്ന് രാത്രി കടന്നു വന്നിട്ടുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി വളരെ സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിന് കാരണമുണ്ട്. ഞാൻ ജനിച്ച മണ്ണിൽ എൻ്റെ കർത്താവിനെ സാക്ഷിക്കുവാൻ ഇന്ന് രാത്രി എനിക്ക് ദൈവം തന്ന ഈ അവസരത്തെ ഞാനൊരു വലിയ പദവിയായി കണക്കാക്കുന്നു. ആ നിലയിൽ ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്ന അജ്മൻ ബ്രദറൻ സഭയോടും താന്നിക്കൽ ബ്രദറൻ സഭയോടും എൻ്റെ മാതൃസഭയോടും ഹൃദയം നിറഞ്ഞ നന്ദി പ്രാരംഭമായി ഞാൻ അറിയിക്കുകയാണ്. ഒത്തിരി ഓർമ്മകൾ ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലൂടെ കടന്നു പോകുന്നു. ദൈവം എത്ര വലിയവനാണ്, ദൈവത്തിന്റെ കരുതൽ എത്ര വലുതാണ്. അജ്മനിൽ നിന്ന് കടന്നു വന്ന പ്രിയ ദാസൻ ഇവിടെ പാട്ടിന്റെ നരേഷൻ പറഞ്ഞു, നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ്. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിന്റെ കരുതലുകൾ, നന്മ, അനുഗ്രഹങ്ങൾ ഓരോന്നോർക്കുവാൻ കഴിയും. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ കൊയിലേരി പ്രദേശത്തെ സംബന്ധിച്ച് സുവിശേഷ സന്ദേശം എന്നുള്ളത് ഒരു പുതുമയല്ല. അതിന് കാരണം എൻ്റെ കൊച്ചുനാൾ മുതൽ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഓർമ്മ വെച്ച നാളിൽ ഈ കൊയിലേരിയുടെ പ്രദേശങ്ങളിൽ കൺവെൻഷൻ ക്രമീകരിക്കും. അന്ന് ഓല കൊണ്ട് മേഞ്ഞ പന്തലായിരിക്കും. തറയിൽ ഇരിക്കുവാനുള്ളത് മെടഞ്ഞ ഓലയാണ്. ആ മെടഞ്ഞ ഓലയിൽ കുഞ്ഞുങ്ങളായ ഞങ്ങളെയൊക്കെ മുൻപിലിരുത്തും. ഞങ്ങൾ കാലൊക്കെ മടക്കി അനുസരണത്തോടെ ഇരുന്ന് ദൈവവചനം കേൾക്കും. കർത്താവിന്റെ ദാസന്മാരായ ചാൾസ് ജോൺ, KV മാത്യു സാർ, അതുപോലെ PS തമ്പാൻ, അങ്ങനെ അനുഗ്രഹീതരായ ദൈവദാസന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ വളരെ ആശയോടും ആവലോടും കൂടെ ദൈവവചനം കേട്ട ഒരു കാലത്തെ കുറിച്ച് ഓർക്കുകയാണ്. ഇന്ന് സന്തോഷത്തോടെ പറയട്ടെ, അങ്ങനെ ദൈവവചനം കേട്ട് അതിനെ ആരൊക്കെ അംഗീകരിച്ചിട്ടുണ്ടോ, ആരൊക്കെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ, അവരും അവരുടെ തലമുറയും ഈ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ന് രാത്രി ആ അനുഗ്രഹത്തിന്റെ ഒരു നന്മയുടെ ഓർമ്മ എന്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. ഈ ദൈവം എത്ര വലിയവൻ, ഈ ദൈവത്തിന്റെ കരുതൽ, പരിപാലനം എത്ര വലുത്. ഇന്നിവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിൽ ഭൂരിപക്ഷം ആളുകളും എനിക്ക് വേണ്ടപ്പെട്ടവരും ആ നിലയിൽ പ്രിയപ്പെട്ടവരുമാണ്. ആ നിലയിൽ നിങ്ങളോടൊപ്പം ഇന്ന് രാത്രി സന്തോഷിക്കുവാനിടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെ എന്റെ പേരെഴുതി വെച്ചപ്പോൾ ഷനു സാമുവൽ അടൂർ എന്നാണ് എഴുതിയത്. ഇന്നൊരാൾ എന്നോട് ചോദിച്ചു, നീ അടൂരുകാരനായോ എന്ന്. കാരണം ഞാൻ ഈ നാട്ടുകാരനാണ്, എന്നാൽ കഴിഞ്ഞ 10-12 വർഷമായി കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ അടൂരിലായിരിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, ഞാൻ വയനാടുകാരൻ തന്നെയാണ്. അതിലെനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഈ വന്ന പ്രിയപ്പെട്ടവർ അജ്മനിൽ നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വയനാടിന്റെ മനോഹരമായ കാലാവസ്ഥയും ഈ പ്രകൃതിയുടെ മനോഹാരിതയും കാണുമ്പോൾ നിങ്ങൾക്കും സന്തോഷം തോന്നും. ഞങ്ങളെ ദൈവം ഇവിടെ അനുഗ്രഹിച്ചാക്കിയിരിക്കുകയാണ്. ഞങ്ങളോടൊപ്പം കടന്നു വരുവാനും നിങ്ങളുടെ സ്നേഹം പങ്കുവെക്കുവാനും മാത്രമല്ല, ഇവിടെ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസന്മാർക്ക് ആത്മീക വേലയ്ക്ക് പിൻബലം നൽകുവാനും നിങ്ങൾ കാണിച്ച നല്ല മനസ്സിനെ സ്വർഗത്തിലെ ദൈവം ആദരിക്കട്ടെ, ഏറിയ പ്രതിഫലം തരട്ടെ. കഴിഞ്ഞ വർഷവും
അജ്മൻ ബ്രദറൻ സഭയുടെ പ്രവർത്തനത്തിൽ സംബന്ധിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ വളരെ സന്തോഷിക്കുന്നു. പ്രിയ ഞങ്ങളുടെ ഉപദേശി ഓർപ്പിച്ചതുപോലെ ഉപജീവനത്തിന് വേണ്ടി ഈ മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവർ അവരുടെ അധ്വാനത്തിന്റെ ഫലം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്നു, അവരുടെ സമയം അതിനുവേണ്ടി കണ്ടെത്തുന്നു എന്നുള്ളത് തികച്ചും അഭിമാനാർഹമാണ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി മുഖവുരയായി ചില കാര്യങ്ങൾ മാത്രമേ പറയുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. വരുന്ന 2 രാത്രികളിൽ എന്റെ ആത്മീക പിതാവും ക്രൈസ്തവ ലോകത്തിന്റെ സുവിശേഷത്തിന്റെ രണാങ്കണത്തിൽ അധ്വാനിക്കുന്ന അനുഗ്രഹീത കർത്തൃദാസൻ നിങ്ങളോട് ദൈവവചനം അറിയിക്കും. ആ നിലയിൽ എനിക്ക് ലഭിച്ച അവസരം പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ചിലവഴിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി സഭാപ്രസംഗി 9-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം പ്രാരംഭമായി വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. സഭാപ്രസംഗി 9-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. എന്നാൽ അവിടെ സാധുവായ ഒരു ജ്ഞാനി പാർത്തിരുന്നു. അവൻ തന്റെ ജ്ഞാനത്താൽ പട്ടണത്തെ രക്ഷിച്ചു. എങ്കിലും ആ സാധു മനുഷ്യനെ ആരും ഓർത്തില്ല. എന്നാൽ അവിടെ സാധുവായ ഒരു ജ്ഞാനി പാർത്തിരുന്നു. അവൻ തന്റെ ജ്ഞാനത്താൽ പട്ടണത്തെ രക്ഷിച്ചു. എങ്കിലും ആ സാധു മനുഷ്യനെ ആരും ഓർത്തില്ല. ഇന്ന് രാത്രി ഒരു സുവിശേഷ സന്ദേശമാണ് നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെട്ട് ആഗ്രഹിക്കുന്നത്. ഈ വായിച്ച വേദഭാഗത്ത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 1, സാധുവായ ഒരു ജ്ഞാനി. 2, ആ ജ്ഞാനി പട്ടണത്തെ രക്ഷിക്കുന്നു. 3, ആ സാധു മനുഷ്യനെ ആരും ഓർത്തില്ല. വിശുദ്ധ വേദപുസ്തകത്തിലെ 21-ാമത്തെ പുസ്തകമാണ് സഭാപ്രസംഗിയുടെ പുസ്തകം. മനുഷ്യന്റെ ഈ ലോക ജീവിതം ശാശ്വതമല്ല എന്നും കേവലം നൈമിഷികമാണെന്നും വരച്ചു കാണിച്ചിരിക്കുന്ന അനുഗ്രഹീതമായ ആശയങ്ങൾ അടങ്ങിയതാണ് സഭാപ്രസംഗിയുടെ പുസ്തകം. സൂര്യന് കീഴിൽ കാണുന്ന മനുഷ്യ ജീവിതത്തെ കുറിച്ച് ഉള്ള ചർച്ചയാണ് ഈ വിഷയത്തിന്റെ പ്രമേയം. 37 പ്രാവശ്യം ഈ അധ്യായത്തിൽ മായ മായ എന്ന വാക്ക് ഏകദേശം ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ സഭാപ്രസംഗിയുടെ പുസ്തകം പഠിക്കുമ്പോൾ കേവലം 300 പേരെ കൊണ്ട് മിദ്യാന്യ സൈന്യത്തെ മുഴുവനും തോൽപ്പിച്ച് ഓടിച്ച ഗിദെയോനെ കുറിച്ചാണ് ഈ ഭാഗത്ത് പരാമർശിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഭാഗത്തെ ആത്മീകമായ വിഷയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ഭാഗത്തിലൂടെ ഒരു വലിയ സത്യം ദൈവത്തിന്റെ ആത്മാവ് ലോകത്തിന് ചൂണ്ടിക്കാണിക്കുകയാണ്. എന്താണ് ആ സത്യം? ആ സത്യമാണ് ഈ വായിച്ച വാക്യത്തിൽ അടങ്ങിയിരിക്കുന്നത്. സാധുവായ ഒരു ജ്ഞാനി, ലോകത്തെ പട്ടണത്തെ രക്ഷിക്കുന്ന ഒരു സാധുവായ ജ്ഞാനി. ഈ വിഷയത്തിന്റെ ഉള്ളിലേക്ക് ആഴമായി കടക്കുമ്പോൾ ഈ വിഷയത്തിൽ കാണുവാൻ കഴിയുന്നത് ഇവിടെ ക്രിസ്തുവിനെയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നത് കൊണ്ട് അത്രമാത്രം പറഞ്ഞ് മുമ്പോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു പട്ടണം മാത്രമല്ല, ആ പട്ടണത്തെ രക്ഷിക്കുന്ന ഒരു രക്ഷകൻ. ഇതാണ് ഈ വിഷയത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവവചനത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പരിശോധിക്കുമ്പോൾ അനേക പട്ടണങ്ങളെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വേദപുസ്തകത്തിൽ അനേക പട്ടണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആ പട്ടണത്തെ കുറിച്ചുള്ള പല വിവരണങ്ങൾ ആരംഭിച്ച് ഉൽപ്പത്തിയിൽ ഒരു പട്ടണത്തെ കുറിച്ച്, അതിനുശേഷം അനേക വിഷയങ്ങൾ അതിൽ പറഞ്ഞിട്ട് പുറപ്പാടിൽ വരുമ്പോൾ വേറെ ചില പട്ടണങ്ങളെ കുറിച്ച്, അങ്ങനെ ഓരോ അധ്യായങ്ങളുടെ താളുകൾ മറിച്ച് നോക്കുമ്പോൾ അനേക പട്ടണങ്ങളെ കുറിച്ചുള്ള വിഷയങ്ങൾ അവിടെ രേഖയാക്കിയിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പട്ടണങ്ങളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ അവിടെ കാണുന്നത്, അവിടെ പട്ടണം പണിതു എന്ന് പറഞ്ഞിട്ടുണ്ട്, പട്ടണം പിടിച്ചടക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്, പട്ടണം നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്, പട്ടണത്തിലെ നിവാസികളെ കൊന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, പട്ടണത്തെ ശൂന്യമാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്, പട്ടണത്തിൽ സുവിശേഷം അറിയിച്ചു എന്ന് പുതിയ നിയമത്തിൽ വരുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ വളരെ വേദപുസ്തകം വായിക്കുന്ന, ബൈബിൾ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പട്ടണം എന്ന വിഷയത്തെ ഗ്രഹിക്കുവാനായി, മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വിവിധ നിലകളിലുള്ള പട്ടണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് രാത്രി ചില പ്രശ്നങ്ങളുള്ള 1-2 പട്ടണങ്ങളെ കുറിച്ച് ചിന്തിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 20-ാം വാക്യം അതിനാധാരമായി നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. പിന്നെ യഹോവ സോദോമിന്റെയും ഗോമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു.